ഹലോ ഗായ്സ്, എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേണിയാണ് കേട്ടോ. അപ്പം ഞാൻ പോണത് കൊച്ചി ടു ദുബായ് ആണ്. ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ എങ്ങനെയാവും എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും കാണാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് 1:20 കേട്ടോ ഫ്ലൈറ്റ്. ആ ഒരു ടൈമിൽ തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ കണ്ടോ, വിൻഡോ സീറ്റ് എല്ലാം കിട്ടിയത് എനിക്ക് മിഡിലായിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ്റെ കയ്യിലാണ് ഫോണൊക്കെ കൊടുത്തത് വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട്. കണ്ട ആ ഒരു ഗ്ലാസ് മുഴുവൻ പൊടിയും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലിയർ ആവില്ല. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് ഫ്ലൈറ്റ് ഏകദേശം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓടി ഓടി പെട്ടെന്നാണ് ഫ്ലൈ ചെയ്യണത് കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ ഞാൻ പോയത്. അപ്പോൾ ഇപ്പോൾ പതുക്കെ ഫ്ലൈ ആവട്ടെ നമ്മുടെ ഫ്ലൈറ്റ്. ഫ്ലൈ ആവണ സമയത്ത് നമ്മൾ ഈ യന്ത്രഞ്ഞാലൊക്കെ കയറുമ്പോൾ എന്താ ഈ നെഞ്ചിന് എന്താ പോയില്ലേ, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തോ ഒരു ഇത് വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലൈ ആയിരുന്നപ്പോൾ. അതാ നമ്മുടെ കേരളത്തിലെ പച്ചപ്പും ഇതൊക്കെ കാണുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, ഫുള്ള് മേഘമായിരിക്കും കേട്ടോ. ഇതാ കണ്ട. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നമ്മുടെ തടാകവും കായലും കുളവും എല്ലാം കാണാൻ നമുക്ക് തെളിഞ്ഞ് പതിയെ ഫ്ലൈ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. മുകളിലേക്ക് പതിയെ നമ്മുടെ ആ പച്ചപ്പ് ഹരിതാപമൊന്നും കാണാണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ഒരു നെഞ്ചെടുപ്പ് പോലെ വരും കേട്ടോ. കാരണം കേരളമൊക്കെ കഴിയുകയാണല്ലോ എന്നുള്ളൊരു മൈൻഡ് ഔട്ടാ. പിന്നീട് അങ്ങോട്ട് ഫുൾ മേഘമായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇരിക്കുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് അധികം മൂവ് ചെയ്യണമായിട്ട് തോന്നില്ലേ, പക്ഷെ നന്നായി മൂവ് ചെയ്യണ്ടാവും എന്നാണ് എടുത്തിരിക്കുന്ന ചേട്ടൻ പറയണത്. നല്ല സ്പീഡിലായിരിക്കും പോകുന്നത്, പക്ഷെ നമുക്ക് തീരെ അറിയാൻ പറ്റില്ല കേട്ടോ. സ്പീഡുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒന്നും എനങ്ങുണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പല്ലുട്ടി സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിരുന്ന് കണ്ടു. അത് ഫുള്ളായിട്ട് കണ്ടു കേട്ടോ. ഫുള്ളായിട്ട് കണ്ടപ്പോൾ സമയം പോണില്ല. എന്താ പറയുക, ഒരു ബോറിങ്ങൊക്കെ തോന്നിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യുക, നമുക്ക് വെറുതെ ഇരിക്കല്ലേ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ എളുപ്പമാണ്. ഞാൻ ആ ഒരു മൂവിയാണ് വെച്ചിട്ടുണ്ടായത് ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോൾ അത് ഫുള്ള് കണ്ടു. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ ഫോണൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ എൻ്റെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കാണാൻ കഴിയാറുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് 1:20 കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 4 മണി, അതായത് ദുബായിലത്തെ ടൈം 4 മണി കേട്ടോ. നമ്മുടെ അവിടെ ഒരു 5:30 ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ എത്തണതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് എത്തുക എന്താണെന്നൊക്കെ കേട്ടോ. കണ്ട താഴെ എന്തൊക്കെയോ നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ക്ലിയർ ആവണില്ല കേട്ടോ. ഫുള്ള് മഞ്ഞ് മൂടിയേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എത്തുന്നുണ്ട്. കണ്ട നമ്മുടെ ഫ്ലൈറ്റ് പതിയെ താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, താഴോട്ട് പോണ ഒരു ഇത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെവി നല്ല രീതിക്ക് അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പെയിനും, നല്ല കുത്തി വിങ്ങണ പെയിൻ ഉണ്ടായിരുന്നു ചെവിക്ക്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ പഞ്ഞി എന്തെങ്കിലുമൊക്കെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന വന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ചെവി വേദനയുടെ മരുന്നും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു ഇനി അവിടെ എത്തിക്കഴിഞ്ഞ് പണി കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ടായി. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. താഴെ എത്തിയതും ചെവി തുറന്നു, വേദനയൊക്കെ മാറിയിട്ടാ. അങ്ങനെ നമ്മൾ UAE എത്തിയിട്ടുണ്ട് ഗായ്സ്. UAE എത്തിയിട്ടുണ്ട്. കണ്ട വണ്ടികളൊക്കെ പോണ കണ്ട.
അപ്പോൾ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോണിൽ അത്ര ക്ലിയർ ആവണില്ല, പക്ഷെ നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പെയിൻ വന്നിരുന്നു. പിന്നെ അത് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അത് സെറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബസ് വരും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാന്ന്. നമ്മൾ ബസ് വഴിയാണ് എയർപോർട്ടിൽ എത്താട്ടോ. അത് നമ്മുടെ അടുത്താണ് ഫ്ലൈറ്റ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. നമുക്ക് അധിക സമയം ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ബസ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വേഗം ബസ്സിൽ കയറാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എമിഗ്രേഷൻ അവിടത്തേക്കും കഴിഞ്ഞു. നമ്മൾ ലഗേജ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ലഗേജ് നല്ല ഡിലേ ആയിട്ടാട്ടോ വന്നത്. ഓരോന്നായിട്ടാണ് വരുന്നത് കണ്ട. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഇത്തിരി ലേറ്റ് ആയി അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്ത് നിന്നൂടാ. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹർഷേട്ടൻ നടന്ന് വരുന്നുണ്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹർഷേട്ടൻ പോയിട്ട് നമ്മളിപ്പോഴാണ് ആളെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനൊരു ഭാഗ്യമൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഇനിയുള്ള കുറേ വീഡിയോസ് പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.